ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു ട്രേഡും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രേഡ് ഞാൻ എടുത്തത് ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ഇമ്പൾസ് കണ്ട് നല്ലൊരു ഡൗൺ ട്രെൻഡിൻ്റെ മൊമെൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ നിന്ന് നല്ലൊരു സെല്ലിങ് വന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു ചെറിയൊരു റിക്കവറി കണ്ടപ്പോഴേ നല്ലൊരു ഹ്യൂജ് സെല്ലിങ് നടക്കാനുള്ള മാർക്കറ്റിൻ്റെ ഡിസിഷൻ ആയിരിക്കും എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനലൈസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2000 റുപ്പീസ് അടുപ്പിച്ച് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസത്തിൽ ലോസ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാണ്ടിരുന്നത്. പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്ന ഒരു ട്രേഡായിരുന്നു. അത്യാവശ്യം കോൺഫിഡൻറ്റോടെ എടുത്ത ട്രേഡായിരുന്നു. ബട്ട് സ്റ്റിൽ ഇന്നലത്തെ ആ ഒരു ലോസ് അത് മൈൻഡിൽ കിടന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ എക്സിറ്റ് ആയത്. ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എനിക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഏകദേശം ഒരു 4000-5000 രൂപ അടുപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഇതാണ് നമ്മൾ തലേദിവസം ലോസ് ആകുമ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റിയെ ബാധിക്കുന്നത്. കാരണം അത് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം ഇനി ഇവിടെ നിന്ന് ഒരു റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോസ് എടുക്കണ്ടേ എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ തോട്ട്സ് വരും. പക്ഷേ നമ്മൾ ഒരു പ്രോഫിറ്റിലിരിക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ഒരിക്കലും ആ ഒരു തോട്ട് വരത്തില്ല. അവർക്ക് ആ മണി റിസ്ക് എടുക്കാം. കാരണം ഇന്നലത്തെ ദിവസം പ്രോഫിറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടും അത്രയും മണി വേണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാം, കുഴപ്പമില്ല. നാളത്തെ ഇതിൽ റിവേഴ്സിലായി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നലത്തെ എനിക്ക് ലോസ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ മൈൻഡ് അങ്ങനത്തെ രീതിയിൽ വന്നില്ല. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ വിചാരിച്ചിരുന്ന 3 ദിവസത്തെയാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3 ദിവസത്തിലും ഞാൻ എൻ്റെ വ്യൂ എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഇന്നലത്തെ ദിവസത്തിൽ മാത്രം ജസ്റ്റ് അവിടെ ഒരു ചെറിയൊരു വിക്ക് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പക്ക അനലൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ആഴ്ച അത്യാവശ്യം കൊള്ളാവുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ഈ മാസത്തെ PNL എല്ലാം ഞാൻ ഇനി അടുത്ത് വരുന്ന വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു.